മുത്തശ്ശ, ആ മരിച്ച ഐലൻഡ് എപ്പോഴാ എത്താ? മാപ്പ് അനുസരിച്ച് നമ്മൾ അതിനടുത്ത് എത്തിയെന്നാ തോന്നുന്നേ. ശിവ, ആ ബോർഡ് കണ്ടോ? ഇവിടെ ക്രോക്കഡൈൽ ഉണ്ടെന്ന്. ഇവിടെ നിന്നും കുറച്ച് ദൂരെയുള്ള ലേക്കിൽ ക്രോക്കഡൈൽസ് ഉണ്ട്. അതിൽ നിന്നും ഒരു ക്രോക്കഡൈൽ ഇങ്ങോട്ട് വന്നു എന്നാണ് ആൾക്കാര് പറയുന്നത്. പക്ഷെ ഇതുവരെ ഒരു ടൂറിസ്റ്റും അത് കണ്ടിട്ടില്ല. എനിക്ക് ക്രോക്കഡൈലിന് വെച്ചാ ഭയങ്കര പേടിയാ. എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ താ. എനിക്ക് പേടി കൂടുമ്പോ പെട്ടെന്ന് വിശക്കാനും തുടങ്ങും. യൂടി, നീ എന്തിനാ പേടിക്കുന്നേ? ഞാനുണ്ടല്ലോ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലെ പെട്ടെന്നൊരു മുതല വന്നു. ആർക്കും അതിന്റെ അടുത്ത് പോകാൻ ഒട്ടും ധൈര്യം ഉണ്ടായില്ല, അറിയോ? ഞാൻ അതിന്റെ പുറകെ ചെന്ന് വാല് പിടിച്ച് പൊക്കിയെടുത്ത് കരയ്ക്ക് വീണ്ടും പുഴയിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞറിയോ. എന്നിട്ട് ഞാൻ അതിനോട് പറഞ്ഞു, മേലെ കരയിലേക്ക് കയറി വരുന്ന നീ കുളത്തിൽ തന്നെ കിടന്നോന്ന്. വീണ്ടും നീ എങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് വന്നാ പിന്നെ നിന്റെ കഥ കാണില്ലെന്ന് പറഞ്ഞു. ഡോണ്ട് വറി, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും ഒരു ക്രോക്കഡൈൽ വരികയാണെങ്കിൽ അതിന്റെ അമ്മ പറയും അങ്ങോട്ട് പോകല്ലേ, ലഡ്ഡു സിംഗ് ഇപ്പൊ വരുന്ന്. അത്രയ്ക്ക് മുതല വന്നു, വേഗം കരയിലേക്ക് കയറിക്കോളൂ. ഈ വയസ്സാം കാലത്ത് ഞാൻ എങ്ങനെ മരത്തിക്കാറാനാ? അവിടെ എവിടെയെങ്കിലും ഞാൻ ചെന്ന് ഇരുന്നോളാം. വരൂ വരൂ, വേഗം കയറി വാ. ലഡ്ഡു സിംഗ് സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എനിക്ക് മുതലകളെന്ന് വെച്ചാ ഭയങ്കര പേടിയാ. ഒരു കാര്യം അറിയോ, എനിക്ക് പേടി കൂടുമ്പോ വല്ലാതെ വിശക്കും. പ്ലീസ് ആ ബോട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ ഭക്ഷണം കൊണ്ടുതരൂ പ്ലീസ്. നിനക്ക് വേണ്ടി ഞാൻ ആഹാരത്തിന്റെ ബാഗ് കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ ആ മുതലയുടെ ആഹാരം ഞാനായി മാറും. എന്താ ഇത്രയും വിഷമമുള്ള സമയത്ത് നിനക്ക് വിശപ്പാണോ വലുത്? എനിക്കൊന്നും അറിയില്ല. പേടി കൂടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. എന്റെ ടിഫൻ ആണെങ്കിൽ ആ ബോട്ടിനകത്തായി പോയി. ഓഹോ, രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കെ. എന്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഞാൻ ആ സൈക്കിൾ ഇവിടെ വരുത്തിക്കാം. അതിനുശേഷം ആ മുതലേ ഇവിടെ നിന്ന് വേറെ ദിക്കിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ലഡ്ഡു സിംഗ് സർ ആ ബോട്ട് ശരിയാക്കിയാൽ മതി. അത് പിന്നെ ശിവ, ബോട്ട് വേണമെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്തോളാം. പക്ഷെ നീ ആ മുതലേനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ഡൺ. എന്തായാലും സൈക്കിള് കൊണ്ടുവരാൻ പോണേലേ, അങ്ങനെ എന്റെ ഭക്ഷണത്തിന്റെ ബാഗും കൊണ്ടുവരുമോ? നീ ശരിക്കും ഒരു വിശപ്പുകാരനാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. ഓ നോ, റിമോട്ട്. ഇനി ഞാൻ സ്വയം തന്നെ സൈക്കിളിന്റെ അടുത്ത് പോകേണ്ടി വരും.
എന്തായാലും നിനക്ക് ഇന്ന് ഭക്ഷണത്തിന്റെ ബാഗ് കിട്ടി. ഇന്ന് ഇത് തിന്നാനുള്ള യോഗം നിനക്കാണ്. മുതലയ്ക്ക് ഇന്ന് വിശപ്പ് തന്നെയാണ് യോഗം. അവന്റെ കാട്ടായം കണ്ടോ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന പോലെയുണ്ട്. ഒന്ന് നോക്ക്. ചിലപ്പോഴേ ഇതെന്റെ അവസാനത്തെ ആകാരാണെങ്കിലോ? പ്ലീസ് ഞാനിത് മുഴുവനാക്കിക്കോട്ടെ. നീ അങ്ങ് മുഴുവനും കഴിച്ചോ? കുറച്ച് എനിക്കെങ്കിലും തരായിരുന്നില്ലേ നിനക്ക്? ലഡ്ഡു സിംഗ്, നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? എത്രയും പെട്ടെന്ന് അതിനെ അറസ്റ്റ് ചെയ്യൂ. ഓഹോ, ഞാൻ എന്താ ചെയ്യാ മുത്തശ്ശ? മുതലേനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം എവിടെയും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇത് ഏത് രാഗമാ? ഇങ്ങനെ പേടിച്ച് പേടിച്ച് പാടുന്നത് എന്തിനാ? മുത്തശ്ശാ, ദേ പുറകെ മുതല വന്നിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ മുതലയുടെ കഥ ഇപ്പൊ തന്നെ കഴിച്ചേക്കാം. ഈ മുതലയ്ക്ക് ഞാനിപ്പോ മകരരാഗം കേൾപ്പിക്കാം. മുത്തശ്ശന്റെ പാട്ട് കേട്ട് മുതല വരെ ഓടിപ്പോയി. എഴുന്നേക്ക് ഇൻസ്പെക്ടർ, മുതല തിരിച്ചുപോയി. ഇതെന്താണ്? മുതലയുടെ വയറ്റിന്റെ അകത്തും എനിക്ക് നീലാകാശം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് മുതലയുടെ വയറൊന്നുമല്ല, ഇത് ശരിയായ ആകാശമാ നീ കാണുന്നത്. ഞാൻ മുതലയെ ഓട്ടിച്ചു വിട്ടു. താങ്ക് യു മുത്തശ്ശ, താങ്ക് യു വെരി മച്ച്. ഇന്ന് മുത്തശ്ശന്റെ പാട്ടാണ് ഞങ്ങൾ എല്ലാരും രക്ഷിച്ചത്. താങ്ക് യു ലഡ്ഡു സിംഗ്. കണ്ടോ എന്റെ രാഗത്തിന്റെ ശക്തി? മുത്തശ്ശ, ഇങ്ങനെ പെട്ടെന്ന് പാട്ട് നിർത്തല്ലേ. പാടിക്കൊണ്ടിരിക്കും തോറും ആ മുതല നമ്മളെ വിട്ട് അകന്നുകൊണ്ടേയിരിക്കും. പാടാൻ തുടങ്ങൂ. മുത്തശ്ശ, വേഗം പാടാൻ തുടങ്ങ. പിന്നെ ഈ ആദ്യം മുതലേം കൂടി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. എന്തായാലും വളരെ നന്നായി. ഇനി ബോട്ടിന്റെ അകത്ത് ശല്യം കൂടാതെ പോവാൻ പറ്റുമെന്ന് തോന്നുന്നു. ബോട്ട് ഇങ്ങോട്ട് വലിച്ചൂടെ? എങ്ങനെ വലിക്കാനാ? ബോട്ടിന്റെ അടുത്തേക്ക് പോകുന്നത്ര നീളത്തിൽ കയ്യില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ ബോട്ട് വലിക്കാൻ പറയുന്നേ? മരത്തിന്റെ തടിച്ച വള്ളികൾ എടുത്ത് കയറുണ്ടാക്കൂ. എന്നിട്ട് അത് എറിഞ്ഞ് ബോട്ടിൽ കൊളുത്തിട്ട് ഇങ്ങോട്ട് വലിക്കാലോ. ഗുഡ് ഐഡിയ റിവ. ശരി, എല്ലാവരും വള്ളികൾ എടുക്കാൻ നോക്കൂ. ഓഹോ, ഞാൻ വെള്ളത്തിൽ വീണ ശിവ. എനിക്ക് പേടിയാവുന്നു ശിവ. മുതല ആദ്യത്തെ അടുത്തേക്ക് പോവാ. എന്തെങ്കിലും ചെയ്യ പെട്ടെന്ന്. ശിവ, എന്നെങ്കിലും ഒന്ന് രക്ഷിക്കേ. എനിക്ക് മുതലയുടെ ഭക്ഷണമാകണ്ട. കൈകാല് കടിച്ചാലും ഒരു രസം ഉണ്ടാവില്ല. ശിവ, വെരി ഗുഡ്. ഇനി അതിന് വായടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് സമയത്തിന് അപകടമില്ല. ബുദ്ധിയില്ലാത്ത മുതലേ, എന്നെ കടിക്കാൻ വന്നിരിക്കുന്നു. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്റെ ശക്തി എന്താ നിനക്ക് കാണിച്ചു തരാം ഞാൻ. ആദി, മുതല പോയി കഴിഞ്ഞു. വെറുതെ നിന്റെ ബടായി അടിക്കൽ ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ അത് വീണ്ടും വരും. മുത്തശ്ശ, പാട് 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 വേഗം ഒരു പാട്ട് പാട്, വേഗം ഒരു പാട്ട് പാടോ. അവിടെ കുട്ടികളുടെ ജീവൻ അപകടത്തിൽ. അപ്പൊ നിനക്ക് പാട്ട് കേൾക്കാൻ ധൃതിയായോ? ഈ
മുതല ഭയങ്കര ബുദ്ധിയുള്ളതാ. അതിന്റെ വായിലുള്ള മരക്കൊമ്പ് ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അത് മുത്തശ്ശനെ കൊണ്ട് പഠിക്കാൻ വന്നത്. ശിവ, മുതല നമ്മൾ എല്ലാവരും ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് എത്രയും പെട്ടെന്ന് വലികൾ കെട്ടി ബോട്ട് വലിക്കാം. ശിവ, ആ മുതല വന്ന് ഇപ്പൊ ബോട്ട് അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കാ. നീ പറഞ്ഞതുപോലെ ബുദ്ധിശാലിയാ. നമുക്ക് ബോട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് അതിനറിയാം. എല്ലാവരും വളരെ ശക്തിക്ക് വലിക്കാൻ നോക്കൂ. ഒത്തുപിടിച്ചാൽ ഐലസ. ആഞ്ഞു വലിക്കണം ഐലസ. എത്രയും പെട്ടെന്ന് ബോട്ടിന്റെ അടുത്തേക്ക് വരൂ. ഇതാണ് പറ്റിയ സമയം. അതെ, വേഗം പോകാം. ഓക്കെ ഓക്കെ. മുത്തശ്ശ, ലഡു സിംഗ് സാറേ, ഇതാ നോക്കൂ. മുതല നിങ്ങൾ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കാണ്. വേഗം തിരിച്ചു കയറാൻ നോക്കൂ. ധൈര്യമായിട്ടിരിക്കൂ ലഡ്ഡു സിംഗ് സാറേ. ജീവിതത്തിൽ ഇനി ഇതും കൂടി ചെയ്യണം. സ്പീഡ് കൂട്ട്, വേഗം ഓട് ഓട്, വേഗം ഓടണം. എന്റെ കാല് വലിക്കല് വലിക്കല്, എന്റെ കാല് വലിക്കല്ലേ. ലഡു സിംഗ് സാറേ, ഒന്ന് എണീക്കാൻ നോക്കൂ. സ്പീഡ് കൂട്ട്, ആഞ്ഞ് ഓടിക്കോ. ഒന്ന് പിടിച്ചാൽ ഐലസ. വേണ്ട വേണ്ട. കടിക്കില്ലേ കടിക്കില്ലേ. വേണ്ട വേണ്ട. ഒന്ന് വേഗം ഓടും മുത്തശ്ശ, വേഗം.
കൊണ്ടുപോയല്ലോ. എഴുന്നേൽക്കൂ, ലോകത്തിന്റെ കാവൽക്കാരാ, എഴുന്നേൽക്കൂ. ഉണരൂ കാവൽക്കാരാ, ഉണരൂ. ഇപ്രാവശ്യം ഞാൻ ആ മുതലയുടെ വയറ്റിൽ തന്നെയാണ്, ഉറപ്പായി പോയി. ആകാശവും കാണുന്നില്ല, മരങ്ങളും എനിക്ക് കാണുന്നില്ല. എഴുന്നേക്കന്റെ ഭൂമിയിലെ രാജാവേ, നീ മുതലയുടെ വയറ്റിലൊന്നും അല്ല. വേഗം ആ മോട്ടോർ ബോട്ട് ശരിയാക്ക്, മുതല ഓടിപ്പോയെന്ന്. എന്ത്? ഓടിപ്പോയിനോ? അതെങ്ങനെ ഇവിടുന്ന് ഓടിപ്പോയത്? അതും ഞാനും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ലല്ലോ. ഹൈ. ക്രോക്കഡൈൽ ലേക്ക്. ഓ, ചിലപ്പോ ഈ മുതല ഇവിടുന്ന് പുറത്തേക്ക് വന്ന് അവിടേക്ക് എത്തിയതായിരിക്കും. ഒരു ഫോട്ടോ എടുത്തേക്കാം, എല്ലാവർക്കും ഒന്ന് കാണിക്കാലോ. ശിവ, ഇപ്പൊ ബോട്ട് പോകാനുള്ള എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ നന്നായി ലഡു സിംഗ് സർ. ഇനി നമുക്ക് എല്ലാവർക്കും ഐലാൻഡിലേക്ക് പോവാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും അതാ പറയുന്നത് ശിവ. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. ഏതായാലും നമ്മൾ ഈ മാർഷി ഐലൻഡിൽ വന്നിട്ട് വലിയൊരു അഡ്വഞ്ചറാ നടത്തിയത്. എന്നാ ശരി മുത്തശ്ശ, മുത്തശ്ശൻ പറയുന്നത് പോലെ വരും, നമുക്ക് തിരിച്ചു പോവാം. ഞാനും വരുന്നു. ശിവ, എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. ഈ ബോട്ട് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. മുത്തശ്ശ, വേഗം ഒരു പാട്ട് പാടുന്നേ. ശരി മോനെ ശിവ. സാരേ കലക്കിലോ മുത്തശ്ശ, അങ്ങനെ തന്നെ പാടിക്കൊണ്ട് വന്നോ.